ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് അൽഹംദുലില്ലാ. ഇവിടെ റാത്താണ്. പിന്നെ നമ്മളെ ഫാമിലി വന്നതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിലുപരി നമുക്ക് ഫാമിലി വിസിറ്റ് പുതുക്കാൻ പറ്റി എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ സംശയമാണ് എന്താ അറിയോ, നമ്മൾ വി എഫ് എസ്ക്ക് നമ്മൾ അപ്പോയിൻമെൻറ്റ് നാട്ടിൽ നിന്ന് വി എഫ് എസ്ക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ട്രാവൽസിൽ നമ്മൾ ചോദിക്കും ഇത് സിംഗിൾ എൻട്രി ആണ്, ഇത് പുതുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവർ സംശയത്തിലൊക്കെ നിൽക്കുക. ചിലർ പറയും ഇത് പറ്റൂല എന്നുള്ളത് തന്നെ, വെറും 3 മാസം മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പറയും. അപ്പോൾ അത് ഓൺലൈനിൽ പറ്റുന്നുണ്ടെങ്കിൽ പുതുക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് 3 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഒരു തവണയും കൂടി പുതുക്കുക എന്നുള്ളത് 1 മാസം മുന്നേ അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞങ്ങളത് പുതുക്കി കഴിഞ്ഞ് ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഇപ്പോൾ വീണ്ടും നമുക്ക് നിയമം അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഒരു തവണയും കൂടി പുതുക്കുക, അതായത് ഒരു 3 മാസം കൂടി പുതുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ടോട്ടലി 9 മാസം നമുക്ക് പുതുക്കുക, അതായത് 9 മാസം അവിടെ നിൽക്കുക എന്നുള്ളതാണ്. അതായത് 90 ദിവസം 90 ദിവസം 90 ദിവസം ആ രീതിയിൽ നമുക്ക് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിന് വന്ന ചിലവ് എന്ന് പറഞ്ഞാൽ വെറും 150 റിയാലാണ് ഒരാൾക്ക് വന്നത്. അത് പറയാൻ കാരണം, അപ്പോൾ രണ്ടാൾക്ക് വന്നത് പറഞ്ഞാൽ 300 റിയാൽ. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ പലയിടത്തും ഇതിന് പല റേറ്റുമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ റേറ്റ് 150 ഒരാൾക്ക് ഉള്ള ചിലവ്. അതിലെല്ലാം കാര്യങ്ങളും, അതിൽ ഇൻഷൂറും എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പലയിടത്തും പല റേറ്റ് ആണെന്ന് പറയാൻ കാരണം ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോൾ കിട്ടിയ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര റേറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് കൂടുതൽ അല്ലെങ്കിൽ എവിടെയാണ് കുറവ് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് അറിയാലോ. പിന്നെ ഇനി ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത ട്രാവൽസിനല്ല, നമ്മൾ ചെയ്ത മക്തബിന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നമ്പർ കൊടുക്കാം. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ചെയ്തത്. നമ്മൾ റുക്സിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് പുതുക്കൽ. പിന്നെ എന്തെങ്കിലും പേ ബില്ലുകളോ അങ്ങനെ മറ്റുള്ള എന്തെങ്കിലും സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.